വാർത്തകൾ വിശദമായി. തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടാന വീണ്ടും വീട് ആക്രമിച്ചു. സ്റ്റാൻമോൺ എസ്റ്റേറ്റിന് സമീപം തോട്ടം തൊഴിലാളി പാർവതിയുടെ പാടിയാണ് കാട്ടാന ആക്രമിച്ചത്. പുലർച്ചെ 3:30 വീടിന്റെ അടുക്കള ഭാഗം തകർത്ത ആന അടുക്കളയിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ തിന്നുകയും ജനലും വാതിലും തകർക്കുകയും ചെയ്തു. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയാണ് ജനവാസ മേഖലയിൽ നിന്ന് ആനയെ തുരത്തിയത്. ഇന്നലെ വാൽപ്പാറയിൽ ഒരു സ്കൂളും കാട്ടാന ആക്രമിച്ചിരുന്നു. തമിഴ്നാട് വാൽപ്പാറയിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. സ്റ്റാൻമോർ എസ്റ്റേറ്റിന് സമീപം തോട്ടം തൊഴിലാളി പാർവതിയുടെ പാടിയാണ് കാട്ടാന ആക്രമിച്ചത്. പുലർച്ചെ 3:30 വീടിന്റെ അടുക്കള ഭാഗം തകർത്ത ആന അടുക്കളയിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ തിന്നുകയും ജനലും വാതിലും തകർക്കുകയും ചെയ്തു. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, വീണ്ടും കാട്ടാന ആക്രമണമാണ്. ഈ വീട് അടക്കം കാട്ടാന ആക്രമിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കോയമ്പത്തൂർ ജില്ലയിലാണ് ഈ വാൽപ്പാറ എന്ന് പറയുന്ന സ്ഥലം. തമിഴ്നാട്ടിൽ വരുന്ന സ്ഥലമാണ്. ഇവിടെ ആണ് ഇത്തരത്തിൽ കാട്ടാന വീട് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ആന കുറച്ചു ദിവസങ്ങളായി ഈ പ്രദേശത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്തെ ഒരു സ്കൂളിന് നേരെ കാട്ടാന ആക്രമണം അഴിച്ചുവിട്ടിരുന്നത്. അതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ 3:30 ഈ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ഒരു പാഡിക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. സ്റ്റാൻമോർ എസ്റ്റേറ്റിന് സമീപത്തുള്ള പാഡിയാണ് കാട്ടാന ആക്രമിച്ചത്. ഈ ഒറ്റയാൻ കുറച്ച് ദിവസങ്ങളായി ആ പ്രദേശത്ത് തന്നെ ഉണ്ട്. വനംവകുപ്പ് നേരത്തെ ആനയെ തുരത്തിയിട്ടുണ്ട്. വീണ്ടും ഈ ആന ഈ ജനവാസ മേഖലയിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെയാണ് ഇന്ന് പുലർച്ചെ ഇത്തരത്തിൽ കോട്ടേഴ്സ് ആക്രമിച്ചത്, പാഡി ആക്രമിച്ചത്. അടുക്കളയിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഈ ആന തിന്നു, ജനലും വാതിലും തകർത്തു. ഈ കൂട്ടത്തോടെ ഈ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാഡുകളിൽ ഒരാളുടെ പാഡിയാണ് തകർത്തത്. പാർവതി എന്ന് പറയുന്ന തോട്ടം തൊഴിലാളിയുടെ പേടിയാണ് കാട്ടാന ആക്രമിച്ചത്. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയാണ് ഈ ജനവാസ മേഖലയിൽ നിന്ന് ആനയെ ശബ്ദമുണ്ടാക്കിയും മറ്റുമൊക്കെ തുരത്തിയത്. ഈ ആന ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുറച്ചു ദിവസമായി മേഖലയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. പലതവണ ഇറങ്ങി ഈ വനത്തോട് ചേർന്നുള്ള പ്രദേശമാണ് ഈ തോട്ടം നിൽക്കുന്നത്. ഈ തോട്ടത്തിന്റെ നടുവിൽ ഒറ്റപ്പെട്ട സ്ഥലത്താണ് ഇത്തരത്തിൽ തോട്ടം തൊഴിലാളികളുടെ പേടിയുള്ളത്. അതുകൊണ്ടാണ് ഈ ആന ഈ വനത്തിൽ നിന്നും എളുപ്പത്തിൽ ഇവിടേക്ക് എത്തുന്നത്. ഈ മേഖലയിൽ നിരന്തരം വന്യമൃഗങ്ങളുടെ ആക്രമണമുള്ള പ്രദേശമാണ്. നമുക്കറിയാം, പുലിയുടെയും അതുപോലെ തന്നെ ആനയുടെയും കരടിയുടെയും ഒക്കെ ആക്രമണമുള്ള പ്രദേശമാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ നേരത്തെ തമിഴ്നാട് വനം വകുപ്പിനെതിരെ പ്രദേശവാസികളൊക്കെ നടത്തിയിരുന്നു. ഈ കാട്ടാന അടിക്കടി മേഖലയിൽ ഇറങ്ങുന്നു. നമുക്കറിയാം, അവിടെ നിരവധി തവണ ഇത്തരത്തിൽ കാട്ടാന ആക്രമണം ഉണ്ടായിട്ടുള്ള റേഷൻ കട തകർക്കുന്നു, മറ്റ് കടകളൊക്കെ തകർക്കുന്ന സാഹചര്യമുണ്ട്. ആളുകളെ ആക്രമിക്കുന്നു. പുലിയുടെ ആക്രമണവും സ്ഥിരമായുള്ള മേഖലയാണ്. ഈ തോട്ടം തൊഴിലാളികളുടെ മക്കളെ തന്നെ 2 തവണ പുലി പിടിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ഈ മേഖലയിൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പാഡിക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ഭാഗ്യവശാൽ ഈ പാഡിയിൽ പാർവതി ഉണ്ടായിരുന്നില്ല. പാർവതി കുറച്ചു ദിവസം മുൻപ് ജോലി രാജിവെച്ച് പോയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ആളപായം ഒഴിവായത്. എന്നിരുന്നാൽ കൂടി പാഡിയുടെ ഒരു ഭാഗം തകർത്തു. അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഭക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ എത്തി. എന്തായാലും നിലവിലിപ്പോൾ ആനയെ അവിടെ നിന്നും തുരത്തിയിട്ടുണ്ട്. പക്ഷെ എപ്പോൾ വേണമെങ്കിലും അവിടേക്ക് വീണ്ടും ഈ ആന എത്താം, ഈ ആന അല്ലെങ്കിൽ മറ്റ് ആനകൾ എത്താമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി വനംവകുപ്പ് പ്രദേശവാസികൾക്ക് നൽകുന്നുണ്ട്. ശരി, തമിഴ്നാട് വാൽപ്പാറയിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കാട്ടാന വീട് ആക്രമിക്കുകയായിരുന്നു. സ്റ്റാൻമോർ എസ്റ്റേറ്റിന് സമീപത്ത് തോട്ടം തൊഴിലാളി പാർവതിയുടെ പാടിയാണ് കാട്ടാന ആക്രമിച്ചത്. പുലർച്ചെ 3:30 വീടിന്റെ അടുക്കള ഭാഗം തകർത്ത ആന അടുക്കളയിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ തിന്നുകയും ജനലും വാതിലും തകർക്കുകയും ചെയ്തു. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയാണ് ജനവാസ മേഖലയിൽ നിന്നും ആനയെ തുരത്തിയത്. ഇന്നലെ വാൽപ്പാറയിലെ ഒരു സ്കൂളും കാട്ടാന ആക്രമിച്ചിരുന്നു. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.